ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ ഗൈസ്? നമ്മൾ 49 ചാലഞ്ചിൽ ഡേ 8 വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിന്ന് എത്തിയിട്ടുള്ളത് അബ്രയിലാണ് കേട്ടോ. അബ്രയിൽ അടിപൊളി വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് ഞങ്ങളെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഞാനും മോളും ഗൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇക്കാൻ്റെ അടുത്ത് ഞാൻ കയ്യിൽ കൊടുത്തിട്ടുണ്ട് മോളെ. കാരണം എനിക്ക് ക്യാരി ചെയ്തിട്ട് ഓവർ നടക്കാൻ പറ്റില്ല. അവളെ ട്രോളിയിൽ കിടത്തിയ പാടെ അവൾ നീച്ചതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് കയ്യിൽ പിടിക്കാന്നുള്ളൊരു ഇതുകൊണ്ട് ഇക്ക പറഞ്ഞ് മോള് കരയണ്ട, ഞാൻ എടുത്തോണ്ട് പറഞ്ഞിട്ട് ഇക്ക അതാ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മോളായിട്ട്. എന്താ പറയുക, നമ്മൾ പോണ വഴിക്കുള്ള ഓരോ കാഴ്ചകളും കാര്യങ്ങളുമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അടിപൊളി അടിപൊളി ഐറ്റംസ്, അതുപോലെ പോണ വഴിക്കുള്ള റെസ്റ്റോറൻറ്റ്സിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റിയാണ് കേട്ടോ. ഇത് ഒരു റെസ്റ്റോറൻറ്റിൻ്റെയാണ് കേട്ടോ ഇത് ഫുള്ളും. അതുപോലെ ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ മോർണിംഗ് ആണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഉള്ളത്. മോർണിംഗ് ഒരു 7-8 ആ റേഞ്ചിലാണ് കേട്ടോ ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. നല്ല അടിപൊളി അടിപൊളി റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ വന്ന കാരണം ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. കാരണം 8 മണി ആ റേഞ്ചിലൊന്നും അവിടെ ഓപ്പൺ അല്ല ഗൈസ്. അവിടെ നൈറ്റ് വൈബാണ് കൂടുതലായിട്ടുള്ളത് എന്നാണ് കേട്ടോ അവിടെ നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ നേരെ അബ്രൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ എൻ്റെ മോളെ ഫസ്റ്റ് അബ്ര റൈഡാണ്. എത്തിയിട്ട് മോളായിട്ട് ഫസ്റ്റ് വാട്ടർ റൈഡ്, അബ്ര റൈഡ്, ബോട്ട് റൈഡ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാട്ടെ, എന്ത് വേണമെങ്കിലും നിങ്ങൾ വിശേഷിപ്പിച്ചോളി. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷേ മൂപ്പരാൾ നല്ല ഉറക്കമാണ് കേട്ടോ ഗൈസ്. നല്ല ഉറക്കമാണ് വെച്ചാൽ നല്ല ഉറക്കമാണ്. കയ്യിൽ കിടത്തിയപ്പോൾ ഉറങ്ങി, ട്രോളിയിൽ കിടത്തിയപ്പോൾ നീച്ച്. അത് കാരണം ഇക്ക കയ്യിൽ തന്നെ പിടിച്ചിട്ട് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോണത് എവിടേക്കാണെന്ന് വെച്ചാൽ നമ്മളെ ഗോൾഡ് സൂക്കിലേക്കാണ് കേട്ടോ. ഗോൾഡ് സൂക്കിൻ്റെ വീഡിയോ വേറെ വരുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഓൺലി അബ്രൻ്റെ വീഡിയോ ആണ് എടുത്തിരുന്നത്. കാരണം നമുക്ക് 49 ചാലഞ്ചാണ്. അപ്പോൾ അബ്ര ഒരു വീഡിയോ, അതുപോലെ നമ്മുടെ ഗോൾഡ് സൂക്ക് ഒരു വീഡിയോ, അങ്ങനെയാണ് കേട്ടോ. രണ്ടും കൂടി ആകുമ്പോൾ ഒരുപാട് ലോങ് ആവും വീഡിയോ. അത് കാരണമാണ് കേട്ടോ അത് ഒഴിവാക്കിയത്. അപ്പോൾ ഞാൻ പോണ കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഒരുപാട് ബോട്ട് സർവീസ്, അതായത് നമ്മൾ ആ അബ്രൻ്റെ ആ ഒരു റെഡ് മുകളിലും ആ ഒരു വഞ്ചി പോലത്തെ സ്റ്റൈലും ഒക്കെ നല്ല അടിപൊളി അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം ഞാനിതാ ഒരുപാട് സൂം ചെയ്തിട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണ്. അങ്ങനെ ഗൈസ് ഞങ്ങളിതാ ഇവിടെ എത്തിയിട്ടോ. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലുണ്ടാവും. ഇപ്പോൾ നമ്മളിനി റിട്ടേൺ ഉള്ള വിശേഷങ്ങളും റിട്ടേൺ നടന്നിട്ടുള്ള കാര്യങ്ങളുമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മൾ അവിടെ ഒന്ന് ഇറങ്ങി, ജസ്റ്റ് അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് റിട്ടേൺ ആക്കാമെന്നുള്ള പദ്ധതിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇക്ക മോളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. മോളെ എനിക്കൊന്നും തരില്ല കേട്ടോ. മൂപ്പരാളെ ഷോൾഡറും ഇട്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. എന്നെക്കൊണ്ട് ഓവർ എടുപ്പിക്കില്ല കേട്ടോ. ഞാൻ എടുത്തോണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോളെടുത്തിട്ട് അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് നമ്മളെ ട്രഡീഷണൽ ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞ് നീ നിൽക്ക്, എല്ലാവർക്കും അന്യം കാണണ്ടേന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ ഇങ്ങനെ നടക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നുണ്ട് കേട്ടോ ഒക്കെ. ഈ ഡ്രസ്സ് കുറച്ച് മുന്നേ വാങ്ങിയതാണ് കേട്ടോ. ഇടാനുള്ളൊരു മടി കാരണം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇട്ടപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, വൃത്തിയുണ്ട് തോന്നിയ കാരണമാണ് കേട്ടോ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതാ ഗോൾഡ് സൂക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗോൾഡ് സൂക്കിൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചിട്ട് പോവാണ് കേട്ടോ. വീണ്ടും നമ്മൾ ബർദുബായിക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പം ഞാനാണ് കേട്ടോ മോളെടുത്തിട്ടുള്ളത്. കാരണം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇക്കനോട് പറഞ്ഞ് ഞാൻ എടുത്തോളാം. ഞാൻ വലിയ കടയിൽ പോകണുണ്ട് കേട്ടോ ഗൈസ്. പോയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. എനിക്കിറങ്ങാൻ നല്ല പേടി മോളായിട്ട്. കാരണം ഇങ്ങനെ ഇളകുന്ന കാരണം ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. ഇക്ക തന്നെയാണ് കേട്ടോ. ഇക്കും എൻ്റെ കളി കണ്ടപ്പോൾ ഇക്ക് സമ്മതിച്ചില്ല. ഇക്ക പറഞ്ഞ് ഞാൻ എടുത്തോണ്ട് ഈ ആദ്യം കയറിക്ക വഞ്ചിയിൽ പറഞ്ഞിട്ടാ. അങ്ങനെ ഞങ്ങളിതാ മോളെ കുറേ അവൾ നല്ല ഇപ്പോൾ വഞ്ചിൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ അവളിതാ നന്നായിട്ട് എണീറ്റിട്ടുണ്ട് കേട്ടോ. ബോട്ട് സർവീസ് ആയത് കാരണം അവൾക്കും അങ്ങനെ 4 ഭാഗം നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ മോള്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ബർദുബായിൻ്റെ ഭംഗി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവേണ്ടത്
അബ്രയിലാണ് കേട്ടോ. കാരണം എന്താ പറയുക, 1 ദിറംസ് ഒരാൾക്ക് ചിലവാക്കിയാൽ ഒരു സൈഡിലേക്ക് പോവാം. 2 ദിറംസ് ആകുമ്പോൾ 2 സൈഡിലേക്ക് നിങ്ങൾക്ക് ഒരാൾക്ക് ആകെ 2 ദിറംസേ വരുന്നുള്ളൂ. ഒരു 3-4 പ്രാവശ്യമൊക്കെ കറങ്ങിയാലും നമ്മളെ ബഡ്ജറ്റിനൊത്തിട്ട് നമുക്ക് ആ വാട്ടർ റൈഡൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ പോരാട്ടോ. പിന്നെ അവിടെ 50 ദിറംസിന് ബോട്ട് റൈഡ് ഉണ്ട്. 1 hour 50 ദിറംസിന് വേറെ ഉണ്ട് കേട്ടോ. എന്തിനാ നമ്മൾ വെറുതെ 50 ദിറംസൊക്കെ ചിലവാക്കുന്നത്? നമ്മൾ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ ഇപ്പം നമ്മൾ എന്താ പറയുക, ഈ ഒരു ഇവിടേക്ക് ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് നല്ലൊരു അടിപൊളി സംഭവം കണ്ടത് കേട്ടോ. ഞാനിത് കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊക്കെ അത് കുറച്ച് നേരം നോക്കി നിന്നിട്ട് വീണ്ടും ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോക്ക് വേണ്ടവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക്